പ്രതിപക്ഷത്തെ ആര് നയിക്കും? CPM തീരുമാനം ഉടനില്ല. പിണറായി വിജയന്റെ തീരുമാനം കാത്ത CPM. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെക്കുറിച്ചുള്ള CPMന്റെ തീരുമാനം ഉടനില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ പിണറായി വിജയന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് CPM. 3 ദിവസങ്ങളിലായി നടക്കുന്ന CPM നേതൃയോഗത്തിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും വിഷയം ചർച്ചയ്ക്കെടുത്തില്ല. സംസ്ഥാന സമിതി യോഗത്തിന്റെ അജണ്ടയിലും പ്രതിപക്ഷ നേതൃസ്ഥാനം ഉൾപ്പെടുത്തിയിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ സജീവമായിരിക്കെ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ചുള്ള CPM തീരുമാനം വൈകുന്നതാണ് ശ്രദ്ധേയമാകുന്നത്. പാർട്ടി സംസ്ഥാന സമിതി യോഗത്തിനു ശേഷം മാത്രമേ വിഷയത്തിൽ വ്യക്തത ഉണ്ടാകൂ എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കേരള ഘടകം തീരുമാനിക്കട്ടെ എന്ന പൊതു നിലപാടിലേക്ക് എത്തിയെങ്കിലും പിണറായി തുടരുന്നതിൽ PB അംഗങ്ങളിൽ ചിലർക്ക് വിയോജിപ്പുണ്ടെന്നാണ് വിവരം. മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവാരെന്ന മറുചോദ്യത്തിൽ ചുറ്റിക്കറങ്ങുകയാണ് കേരള രാഷ്ട്രീയം. 10 വർഷം നയിച്ച പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷത്തെ നയിക്കട്ടെ എന്ന അഭിപ്രായത്തിന് പാർട്ടിയിലോ മുന്നണിയിലോ പ്രത്യക്ഷത്തിൽ എതിരഭിപ്രായങ്ങളില്ല. 35 അംഗങ്ങളിലേക്ക് ചുരുങ്ങിയ പ്രതിപക്ഷ നിരയിൽ പരിചയസമ്പന്നത പ്രധാന ഘടകവുമാണ്. പല ഘടകങ്ങൾ പരിഗണിച്ചാകും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. കനത്ത തോൽവിയുടെ കാരണം എണ്ണിപ്പറഞ്ഞ് കടുത്ത വിമർശനമാണ് CPM നേതൃയോഗങ്ങളിൽ നടക്കുന്നത്. കൂട്ടത്തിൽ പിണറായി ശൈലി അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തി വിമർശനവും കുറവല്ല. ബ്രാഞ്ച് തലം മുതൽ തുറന്ന അവലോകനങ്ങളിലേക്ക് പോകുമ്പോൾ വിമർശനങ്ങൾ പരിധിവിടാനുള്ള സാധ്യത പാർട്ടി നേതൃത്വവും പിണറായി മുന്നിൽ കാണുന്നുണ്ട്. പ്രായപരിധിയിൽ ഇളവിനെ ചൊല്ലിയാണ് PBയിൽ മുറുമുറുപ്പ്. മുഖ്യമന്ത്രി പദവിയിലേക്ക് അനുവദിച്ച പ്രായപരിധി ഇളവ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതുണ്ടോ എന്ന അഭിപ്രായം PB അംഗങ്ങളിൽ ചിലർക്കുണ്ട്. അതിനിടെയാണ് AKG സെന്റർ അനുവദിച്ച ഫ്ളാറ്റ് സ്വീകരിക്കാതെ പിണറായി വിജയൻ തലസ്ഥാനത്തെ വാടക വീട്ടിലേക്ക് താമസം മാറിയത്. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്താലും കന്റോൺമെന്റ് ഹൗസിൽ ഓഫീസ് പ്രവർത്തിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. കാര്യമെന്തായാലും പിണറായി വിജയൻ തയ്യാറല്ലെന്ന് അറിയിച്ചാൽ മാത്രമേ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മറ്റൊരാളെ CPM പരിഗണിക്കൂ എന്ന് ഉറപ്പ്. ഏതായാലും മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ശേഷം പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ചാൽ മതിയെന്നാണ് തീരുമാനം. സംസ്ഥാന കമ്മിറ്റി യോഗത്തിനിടയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടി നിർദ്ദേശം തയ്യാറാക്കും. ഇതിനുശേഷം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ ഉടൻ പ്രതിപക്ഷ നേതാവിനെയും തീരുമാനിക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച് ഇടതുമുന്നണി യോഗത്തിൽ CPI ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകരുതെന്ന് CPI തന്നോട് പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച LDFൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. CPM ആണ് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കേണ്ടത്. CPI സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞതും അതാണ്. ആശാ സമരത്തെക്കുറിച്ചുള്ള സർക്കാരിൻ്റെയും മുന്നണിയുടെയും സമീപനം തെറ്റായിരുന്നുവെന്ന് ഇടതുമുന്നണി ഒരിടത്തും പറഞ്ഞിട്ടില്ല. CPIയുടെ നിലപാട് അവരോട് ചോദിക്കണം. NDA നേതാക്കളുമായി VD സതീശൻ രഹസ്യ ചർച്ച നടത്തിയെന്ന ആരോപണത്തിൽ കോൺഗ്രസ് നേതൃത്വം വ്യക്തത വരുത്തണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്ത റജികുമാറിനൊപ്പം മെയ് 1 VD സതീശൻ മംഗലാപുരത്ത് പോയെന്നാണ് വാർത്ത. കർണാടകയിലെ NDA നേതാവായ BM ഫാറൂഖിന്റെ വസതിയിൽ വെച്ച് അദാനി ഗ്രൂപ്പ് പ്രസിഡന്റിനെ കണ്ടെന്നും കർണാടക കോൺഗ്രസ് നേതൃത്വം ഇതിനെതിരെ AICCക്ക് പരാതി നൽകിയെന്നുമാണ് ആരോപണം. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിലും UDF സംഘടനകളുടെ പട്ടികയനുസരിച്ച് സ്ഥലം മാറ്റം നടത്തുകയാണ്. പലരും അവധിയെടുത്ത് മാറി നിൽക്കേണ്ട സാഹചര്യമാണ്. ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുള്ള സ്ഥലം മാറ്റം അംഗീകരിക്കാനാവില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു.